ആന്റോ ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി. CPIM ജില്ലാ കമ്മിറ്റി അംഗം S. മനോജാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആന്റോ ആന്റണി നൽകിയ കണക്കിലും സത്യവാങ്മൂലത്തിലും കളവ് കാട്ടി എന്നാരോപിച്ചാണ് പരാതി. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, അതായത് ഈ നൽകിയ സംഭാവന വാങ്ങി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ മറ്റുള്ളവരിൽ നിന്നും സംഭാവന സ്വീകരിച്ചത് 0 എന്നായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്. ഇതാണോ കേസിന് ആധാരമാകുന്നത്? എന്തൊക്കെയാണ് സുജു ടി ബാബു വിവരങ്ങൾ? അജിൻഷാദ്, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്താണ് ആന്റോ ആന്റണി നെടുമറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിൽ നിന്ന് പണം കൈപ്പറ്റുന്നത്. ഇത് 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കൈപ്പറ്റിയിട്ടുള്ളതായിട്ടാണ് ഈ NM രാജു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നത്. ഈ കാര്യമാണ് വെളിപ്പെടുത്തുകയും അതേപോലെ തന്നെ രാജുവിന്റെ പ്രസ്താവനയെ NM രാജു പറഞ്ഞത് സുജു ടി ബാബു, NM രാജു പറഞ്ഞത് 2 കോടി ആന്റോ ആന്റണിക്ക് നൽകിയെന്നാണ്. ആന്റോ ആന്റണിയാണ് പറഞ്ഞത്. എത്ര പണമാണ് വാങ്ങിയതെന്ന് പറഞ്ഞില്ല, പക്ഷേ വാങ്ങിയത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായിരുന്നു, അത് തിരികെ നൽകിയെന്നായിരുന്നു ആന്റോ ആന്റണി പറഞ്ഞിരുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്കിൽ അതില്ല. അതാണിപ്പോൾ പരാതിക്ക് ആധാരം, അല്ലേ? തീർച്ചയായിട്ടും 2019 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പണം നൽകിയെന്ന NM രാജു അത് സാധൂകരിക്കുന്ന തരത്തിൽ തന്നെ ആന്റോ ആന്റണിയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ആന്റോ ആന്റണി എത്ര തുക എന്ന് മാത്രമാണ് വ്യക്തമാക്കാത്തത്. അതുകൊണ്ട് തന്നെ ആ കാര്യം, അതായത് ആന്റോ ആന്റണിയും സമ്മതിക്കുന്നുണ്ട് NM രാജുവിന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും തിരിച്ചു കൊടുക്കുമെന്നാണ് ആന്റോ ആന്റണി പരസ്യമായി സമ്മതിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ പരാതിയിൽ പറയുന്നു S. മനോജ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആസ്തി ബാധ്യതകളും തെരഞ്ഞെടുപ്പ് കണക്കും സത്യസമമായും സമയബന്ധിതമായി നൽകണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാട് മറച്ചുവെച്ച് കളവായ കണക്കുകളും സത്യവാങ്മൂലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ നാമനിർദ്ദേശ പത്രികയോടൊപ്പം കാണിച്ചിട്ടുള്ളതെന്നാണ് വ്യക്തമായിട്ടുള്ളതാണ് S. മനോജ് ആരോപിക്കുന്നത്, അല്ലെങ്കിൽ പരാതിയിൽ പറയുന്നത്. ഈ ഒരു കാരണത്താൽ ആന്റോ ആന്റണിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 191, 192, 193 തീർച്ചയായും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഒക്കെ ലംഘനമാണത്. നിയമവിരുദ്ധത അതിലുണ്ട്. അത് ആദ്യം തന്നെ കൈരളി ന്യൂസ് കണ്ടെത്തുകയാണ്. സുജു ടി ബാബു അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച ഫണ്ട് അത് നിൽ എന്നായിരുന്നു 2019 ആന്റോ ആന്റണി രേഖപ്പെടുത്തിയത്. എന്നിട്ട് ആന്റോ ആന്റണി പറയുന്നു അത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനാണ് NM രാജുവിൽ നിന്നും പണം വാങ്ങിയെന്ന്. ഈ കോൺഫ്ലിക്റ്റാണ്, ഈ അഭിപ്രായങ്ങളിലെ വ്യത്യസ്തതകളാണ് ഇപ്പോൾ ഇത് ആ കേസിന് ആധാരമായി കൂടി എത്തുന്നത്. എന്തായിരുന്നാലും ആന്റോ ആന്റണി കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു. സമഗ്ര വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.